പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുപ്രഭാതം. കർത്താവിൻ്റെ ഈ പുതിയ ദിവസം നമ്മൾ പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലിയാണ് തുടങ്ങുന്നത്. നിങ്ങൾക്കറിയാം, പ്രത്യക്ഷീണ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ്. എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ ആവശ്യമാണ്, പക്ഷെ പ്രത്യക്ഷീണ പ്രാർത്ഥന ദൈവത്തിൻ്റെ ആവശ്യമാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ആവശ്യമാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്തിട്ട് സാർവജനീനവും അതുപോലെ ആഗോളതലത്തിൽ ദൈവത്തിൻ്റെ മെസ്സേജ് പാസ് ചെയ്യുക. കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെടുകൊണ്ട് 2004 ഡിസംബർ 7-ാം തീയതി 2:30 മണിക്ക് ഉച്ചയ്ക്ക് ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സന്ദേശമാണ് പ്രത്യക്ഷ പ്രാർത്ഥന വഹിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് നമ്മുടെ നിയോഗങ്ങളെ ഘടിപ്പിക്കുന്നത്. അതാണിത് പെട്ടെന്ന് ഇങ്ങനെ ടേക്കണപ്പ് ആകണതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നല്ല സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യക്ഷ പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യമൊക്കെ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങളെ ഇന്ന് സമർപ്പിക്കാൻ നമുക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ 20ാമത്തെ ഈ വർഷത്തിലെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന എന്നുള്ള പുതിയ ദൈവത്തിൻ്റെ നീട്ടപ്പെട്ട കരങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് അങ്ങ് കൃപാസനത്തിൽ വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം സമർപ്പിക്കുക. പോകുന്ന വഴികൾ, ഇടപെടുന്ന സ്ഥാപനങ്ങൾ, എല്ലാ വിനിമയങ്ങളും, കൊടുക്ക വാങ്ങലുകളും, കല്യാണ നിശ്ചയങ്ങൾ, തീയതി നിർണയിക്കുന്നതും, യാത്രയും യാത്രയുടെ ഡേറ്റുകളും, വസ്തു കൈമാറ്റങ്ങളും, ആശുപത്രിയിലെ പോക്കും, പുതിയ സംരംഭങ്ങളെക്കുറിച്ചുള്ള ആലോചനയും കൂടിയാലോചനയും മീറ്റിങ്ങുകളും എല്ലാം കർത്താവ് ഇന്നത്തെ വിഷയം മുഴുവൻ ഏൽപ്പിക്കുക. നാളത്തെ വിഷയം നമ്മൾ നാളെ ഏൽപ്പിക്കും. പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള അഭിഷേക പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതാണ് പ്രഭാത ആശീർവാദം എന്ന് പറയുന്നത്. ഈ ആശീർവാദത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എൻ്റെ 38 വർഷത്തെ പൗരോഹിത്യ ജീവിതം തന്നെയാണ്. കടലിലും കരയിലുമായിട്ടും ലോകവ്യാപകമായി നടത്തിയിട്ടുള്ള കർത്താവിൻ്റെ ഉപകരണമായി നടത്തി ദൈവം തിരഞ്ഞെടുത്ത് കൈപിടിച്ച് നടത്തിയിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും 10,000-കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യങ്ങളും ഒക്കെ എല്ലാം ഇതിൻ്റെ ആസ്തിഭദ്രതയും അടിത്തറയുമാണ്. സർവോപരി കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ കൃപാസന അൾത്താരയിൽ നടന്ന് ലക്ഷങ്ങൾ പങ്കെടുത്ത ആരാധനയും ഇതിൻ്റെ ആസ്തിയാണ്. അതിൻ്റെ യോഗ്യതയിലാണ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയിലാണ് ഈ പ്രാർത്ഥന ശിരസ് നമിച്ച് സ്തുതിച്ചും പ്രാർത്ഥിച്ചും വിശ്വാസപ്രമാണം ചൊല്ലുകയും നിങ്ങളുടെ നിയോഗങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കേണ്ട അവസരമാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 38 വർഷത്തെ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയിലെ അടിസ്ഥാനത്തിലെ കർത്താവ് പരിശുദ്ധ അമ്മ കൃപാസനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 20ാമത്തെ വർഷത്തിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള മുഴുവനും ആരാധനയുടെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഈ ദിവസം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പാ, സ്വർഗീയപ്പ, അങ്ങ് പുത്രൻ യേശുക്രിസ്തു നാമത്തിലെ അങ്ങനെ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെ കർത്താവ് പീഡ അനുഭവിക്കുന്നവർ, മനസ്സ് തകർന്നവരുടെ മേൽ കർത്താവ് ഡിപ്രഷൻ അനുഭവിച്ചിട്ട് ഒന്നിനും പഠിക്കാൻ പറ്റാതിരിക്കുന്നവർ, ജോലി ചെയ്യാൻ പറ്റാതിരിക്കുന്നവർ, യാത്ര ചെയ്യാൻ പറ്റാത്തവർ, കുടുംബത്തിൽ വലിയ മരണവും വിയോഗവും വേദനയും നടന്ന് തലകെട്ട് നിൽക്കുന്നവർ, ആ വിരിഞ്ഞു പോയ ആൾക്കാർ അപ്പനായിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇന്നുണ്ടായിരുന്നെങ്കിലെന്ന് ഓർത്തിട്ട് ഇന്ന് ഇടവിൽപ്പെടുന്നവരുണ്ട്. കർത്താവ് അവരെല്ലാം നീ സ്പർശിക്കണം. കർത്താവ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ലെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ വാക്കുകൾക്ക് ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറാത്തതിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ ആഴമായി വിശ്വസിക്കുന്ന കർത്താവെ, അങ്ങയുടെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഇതിൻ്റെ വാക്ക് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയ്ക്ക് സംഭവിച്ചതുപോലെ വചനത്തെ മാംസമാക്കി നിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു കൂടാരമായി വാഗ്ദാന പേടകമായി കർത്താവെ അങ്ങ് ഞങ്ങൾ മാറ്റുന്ന ഉടമ്പടി പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന നന്ദി പ്രതി കർത്താവെ. ഈ കൃപയിൽ നിലനിന്നുകൊണ്ട് കർത്താവെ, ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന സഞ്ചരിക്കുന്ന വഴികൾ, സന്ദർശിക്കുന്ന ഇടങ്ങൾ, ചെയ്യുന്ന സംരംഭങ്ങൾ, ഇടപെടലുകൾ, മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ കൂടി ആലോചനകൾ, ഡേറ്റിൻ്റെ നിർണായകം, അത് ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ വിഷയങ്ങളും, ഞങ്ങൾ ഭയപ്പെടുന്ന വ്യക്തികൾ, ഭയപ്പെടുന്ന വിഷയങ്ങൾ കർത്താവെ, അവരെ കണ്ടുമുട്ടുന്ന എല്ലാ ആ സമയത്തെല്ലാം കർത്താവ് നിർണായ നിമിഷങ്ങളിൽ എവിടെയാണ് സർക്കാർ ഓഫീസിലായാലും ജീവന വിഷയങ്ങളിലായാലും കർത്താവ്, ഉദ്യോഗസ്ഥ വിഷയങ്ങളായാലും ജോലി സംബന്ധ കാര്യങ്ങളായാലും എവിടെയെല്ലാം ഞങ്ങൾക്ക് അയോഗ്യതയുണ്ട് കർത്താവ്, അവിടെയെല്ലാം കർത്താവെ നിൻ്റെ വാഗ്ദാനമുണ്ട്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിലെ എൻ്റെ കൃപ കൊണ്ടാണെന്ന് പറഞ്ഞ ആ കൃപയിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ നിൻ്റെ കൈകളിലേക്ക് ഞങ്ങളുടെ പരിശുദ്ധ അമ്മയും അത് നാമത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് നിന്നെ സ്തുതിക്കുന്ന യേശു സ്വസ്ത്രം. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹത്താൽ മുദ്ര ചെയ്യപ്പെടട്ടെ. പരിശുദ്ധ അമ്മ, എല്ലാ മാലാഖമാരും വിശുദ്ധന്മാരും നിനക്ക് ഇന്നത്തെ ദിവസം അകമ്പടി സേവിക്കട്ടെ. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. താങ്ക് യു ജീസസ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ സന്ദേശം കർത്താവിൻ്റെ വചനം കേൾക്കാം. ഇത് പിതൃസ്വത്ത് താനുമായി പങ്കുവെക്കാൻ വേണ്ടി ജനക്കൊണ്ടുന്ന ഒരു മനുഷ്യൻ കർത്താവിനെ സമ്മർദ്ദം ചെയ്യുന്ന ഒരു സന്ദർഭം ബൈബിളിലുണ്ട്. അത് നമുക്ക് വായിച്ച് കേൾക്കാം. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ ആ സമയത്ത് പറയാം. ലുക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13-14 തിരുവചനങ്ങളാണ്. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അതായത് എപ്പോഴും വരുന്ന ഒരു വലിയ പ്രലോഭനമാണ് ചരിത്രത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ടെംപ്റ്റേഷൻസ് എന്ന് പറയും. ഇത് ചരിത്രപരമായ പ്രലോഭനം എല്ലാ കാര്യങ്ങൾക്കും എല്ലാ തലമുറയ്ക്കും ഉള്ളതായിട്ടുള്ളതാണ്. കർത്താവിൻ്റെ ദൗത്യത്തിൽ നിന്ന് കർത്താവിനെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം. ഇത് ആദ്യകാലം മുതലേ ഉണ്ടായത് തുടങ്ങി വെച്ച പിശാചാണ്. പിശാച് വന്നിട്ടും കർത്താവിന് പരിഭൂമിയിലെ പരീക്ഷണ സമയത്ത്
പിശാചാണ് ഈ സംഭവം തുടങ്ങിയത്. കർത്താവിനെ ഡീബീറ്റ് ചെയ്ത് കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സ്റ്റിയറിങ്ങിലൂടെ കർത്താവിനെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുക. ദൈവത്തിൻ്റെ കൺട്രോൾ തൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. പിശാചാണ് ആദ്യം മുതൽ പറയണത് കല്ലുകളോട് അപ്പമാകാൻ പറയണത്. ലുക്കാൻ്റെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ വായിക്കണത്. ആ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 3-ാം തിരുവചനം. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കാൻ പറഞ്ഞ പിശാച് കർത്താവ് മനുഷ്യനെ ദൈവവചനം കൊണ്ട് തന്നെ അവനെ റെഫ്യൂട്ട് ചെയ്യും. എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങൾ കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. അപ്പം മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ടാണ്. ദൈവ പൈതൽ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ ദൈവപൈതലിൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയെ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? അവൻ ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ലോകത്തിൽ നൽകുന്ന വചനാധിഷ്ഠിതമായ ഒരു ജീവിതത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്തത്. അതിൻ്റെ ഒരു കാരണം. പക്ഷേ പണ്ട് പിശാച് ഈ പ്രലോഭനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് തൽക്കാലത്തേക്ക് പോയായിരുന്നു. ഈ പിശാച് തന്നെയാണ് ഇപ്പോഴും ഈ ജനക്കൂട്ടത്തിൽ നിന്നുള്ള ഈ മനുഷ്യ യുവാവിലൂടെ വീണ്ടും തിരിച്ചു വരണമെന്ന് നമുക്ക് തോന്നിപ്പോകും. എന്താ കാര്യം എന്നൊക്കെ വായിക്കാം. ലൂക്കാ 4:13. അപ്പോൾ പിശാച് പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. അപ്പോൾ യേശുവിനെ തൻ്റെ ഡിവൈൻ കോസ്, മനുഷ്യാവതാരത്തിൻ്റെ കോസ് കാരണങ്ങളിൽ നിന്ന്, ദൈവികമായ കാരണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് കളയും. ഇപ്പോൾ ചില രാഷ്ട്രീയക്കാരൊക്കെ പറയില്ലേ, ക്രിസ്തു ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്. അപ്പോൾ ഇത് ചരിത്രത്തിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രലോഭനമാണ് മനുഷ്യരാശിക്ക്. അതായത് ചില ആൾക്കാർക്ക് ഈശോയുടെ ചില ദൗത്യ പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ചില മതങ്ങൾ പറയും കർത്താവ് പ്രവാചകനാണെന്ന് പറയും. ഇതൊന്നുമല്ല കർത്താവ്, എന്നാൽ ഇതെല്ലാമാണ്. പക്ഷേ അൾട്ടിമേറ്റായിട്ടാണ് ആരാണ് ഈശോ? രക്ഷകനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. നമ്മൾ ലേഖനങ്ങൾ വായിക്കുന്നത് 1 കൊറിന്തോസിലെ 15-19 വായിക്കുന്നത്, മനുഷ്യജീവിതം ധന്യമാകുന്നത്, അതായത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ യേശു ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ മറ്റു മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഭൗതിക സമ്മർദ്ദം ഉണ്ടായാലും ആ ഭൗതിക സമ്മർദ്ദം, ഒരു സമ്മർദ്ദം കഴിയുമ്പോൾ മകളുടെ കഴിയാൻ കഴിയുമ്പോൾ ഉടനെ കർത്താവിൻ്റെ അടുത്ത് വരും, മകൾക്ക് കൊച്ചുണ്ടാകാൻ പറയും. കൊച്ച് കിട്ടിക്കഴിയുമ്പോൾ പറയും ആ കുഞ്ഞിനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അഡ്മിഷൻ കിട്ടാൻ വരും. ഇങ്ങനെ ചില മനുഷ്യർ ജീവിതകാലം മുഴുവൻ കർത്താവിനെ ദുർവിനിയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും ഭൗതികമല്ലാത്ത കാര്യത്തിന് വേണ്ടി കർത്താവിനെ ആശ്രയിക്കാത്തവർ നിത്യതയുടെ നിരപേക്ഷതയാണ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് കർത്താവിനെ മിസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ഭൗതിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അതിലൂടെ ആധ്യാത്മിക മുന്നേറ്റം നടത്താനുള്ള ദൈവിക പദ്ധതിയാണ് ഓരോ ദിവസവും നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അത് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വരൻ ഈ നിമിഷം നിങ്ങളെ ആശീർവദിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സൗഖ്യവും വിടുതൽ അനുഭവിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആമേൻ.